വിപിൻ, അവിടുത്തെ കാഴ്ചകൾ എന്താണ്? മയം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും അതെ സമകാലിക വിഷയങ്ങളായിരിക്കും കൂടുതലും കുട്ടികൾ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇത്തവണയും അങ്ങനെ തന്നെയാണോ? എന്താണ് കാഴ്ചകൾ വിപിൻ? ജെൻസി ആണോ വിപിനെ അവിടെയും? അതെ 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 പ്രജിൻ, ജെൻസി പിള്ളേരാണ്. പക്ഷെ തകർത്തു വാരുകയാണ് ശംഖുപുഷ്പം വേദിയിൽ. കാരണം മുഖാഭിനയത്തിൽ അതിഗംഭീരമായ മത്സരമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളാണ് എല്ലാ കാലത്തും മുഖാഭിനയത്തിൻ്റെ ആ ഒരു എടുത്തു പറയേണ്ട സവിശേഷത. ഇപ്പോൾ നിൽക്കുന്ന പ്രസക്തമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തന്നെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പം ഉള്ളത് കാസർഗോഡ് ടീമാണ്. അവർ ഒരു വലിയ ഒരു വിഷയം തന്നെ ഈ ഒരു അതുമായി സ്റ്റേജിലേക്ക് കയറുകയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 24 ഉൾപ്പെടെയുള്ളവർ കുറേ കാലത്തായിട്ട് തന്നെ പറയുന്ന കുറുവ സംഘത്തിൻ്റെ ഒരു വേട്ട, അതിനോടുള്ള ഒരു അച്ഛൻ്റെ പ്രതികാരം ഒക്കെ ആയിരുന്നു അവരുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ വെൽക്കം. കാസർഗോഡ് ഏത് സ്കൂളിൽ നിന്നാണ്? കാഞ്ഞങ്ങാട് സൗത്തിൽ നിന്ന്. ഇങ്ങനൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? സൊസൈറ്റിയിൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കുറുവ സംഘം. അപ്പോൾ അവരുടെ പൊതുവെ ശൈലി എന്ന് വെച്ചാൽ വന്നിട്ട് പൈപ്പ് തുറന്നിടുന്നു, ടാപ്പ് റെക്കോർഡർ വെച്ച് കുട്ടിയുടെ കരച്ചിൽ കേൾപ്പിച്ച് വീട്ടിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് തലക്കടിച്ച് കൊല്ലുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ അതിനെതിരെ ചെയ്യണമെന്ന് വിചാരിച്ച് ആണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് വന്നത്. എത്ര കാലത്തൊരു പ്രാക്ടീസ് ഉണ്ടായി? 4 മാസത്തോളം. അതെ. അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പൊ എങ്ങനെയുണ്ട്? വിജയിച്ചു എന്ന് തന്നെ പറയാം അല്ലേ? നല്ല റിസൾട്ട് ആയിരുന്നു. ഇതാ ഈ മൈമിന് കണ്ടില്ലേ, മുഖത്തൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ലുക്കിൽ എല്ലാവരും തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ജില്ലക്കാരും ഇതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായിട്ടാണ് മൈമിന് ഇപ്രാവശ്യവും എത്തിയിട്ടുള്ളത്. നിറഞ്ഞ സദസ്സാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അത് ശംഖുപുഷ്പത്തിൽ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന പ്രധാന മത്സരങ്ങൾ നടക്കുന്ന എല്ലാ വേദിയിലും നല്ല രീതിയിൽ തന്നെ കാണികളുണ്ട് എന്നുള്ളത് തൃശ്ശൂരിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഈ ചൂടിനെയൊക്കെ മറികടന്നുകൊണ്ടും കല ആസ്വദിക്കാൻ വേണ്ടി എല്ലാ വേദികളിലേക്കും ആളുകളുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രജിൻ, ശ്രീനിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.